സ്വപ്നസുന്ദര ഭവനങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്ന മാഞ്ഞൻ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളത്തിന്റെ പ്രീമിയം ലൊക്കേഷനായ കാക്കനാട് എക്സാക്ട് ലൊക്കേഷൻ പെണ്ണർമുണ്ട എന്ന ലൊക്കേഷനാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയുള്ള ഒരു മനോഹരമായ ഒരു പ്രീമിയം ലക്ഷറി വില്ല ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അവിടെയുള്ള ഫർണിഷ്ഡ് ആയുള്ള വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങളെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണത്. ഇതിന്റെ ഇന്റീരിയർ എല്ലാം അതിമനോഹരമാണ്. സോ ആ ഒരു എൻ്റയർ വീഡിയോ ഫുൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മനോഹരമായ ഒരു ഡിസൈൻ, ഇതിന്റെ ഇന്റീരിയർ വർക്കുകളും എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതാണ്. സോ ആദ്യമായി ഞാൻ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 10ഓളം വില്ലകൾ ഒരുമിച്ച് വരുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ്. എറണാകുളത്തിന്റെ ലൊക്കേഷനായ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വളരെ അടുത്ത ലൊക്കേഷനാണ് ഈ ഒരു ലൊക്കേഷൻ. ഇവിടെ നമുക്ക് ഈ ഒരു ഡിസൈനിലുള്ള പ്രീമിയം ലൊക്കേഷനുള്ള ഒത്തിരി വില്ലകളുടെ പണി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒത്തിരി അമ്യൂണിറ്റീസോട് കൂടിയ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ്. നമുക്ക് ഇവിടെ ഒരു ആംഫി തിയേറ്റർ, അതുപോലെ തന്നെ ഒരു പാർട്ടി ഏരിയ സ്പേസ്, അതുപോലെ കിഡ്സ് ഏരിയ സ്പേസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി, ക്യാമറ സർവൈലൻസ് എന്നിവ ഉൾപ്പെടെ എല്ലാം ഉള്ള ഒരു പ്രീമിയം ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്തതായി നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ഫ്രണ്ട് എലിവേഷൻ തന്നെ വളരെ മനോഹരമായാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ വീടിന്റെ അകത്തെ പോർഷനേക്കാണ് വരുന്നത്. അകത്തെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാർ പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ആദ്യമായി ഇവിടെ പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങൾക്ക് ഒരു വലിയ കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടാതെ ഒരു ചെറിയ കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, 2 കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ഒരു വെള്ളത്തിന്റെ അവൈലബിലിറ്റി, നമുക്ക് വെൽ വാട്ടർ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു സൈഡ് നമുക്ക് ചെറിയൊരു ഗാർഡൻ ഏരിയ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവരുടെ ഒരു പുല്ലും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വില്ലയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ഫർണിഷ്ഡ് വില്ല തന്നെയാണ്. കാരണം ഇതിന്റെ അകത്തെ ഏരിയ എല്ലാം ഫർണിഷ്ഡ് ഇതിലാണ് നൽകിയിട്ടുള്ളത്. ഒരു പ്രീമിയം മിനിമൽ ഡിസൈനിലാണ് ഇതിന്റെ എൻ്റയർ അകത്തെ ഏരിയ നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് അല്ലെങ്കിൽ ഇതിന്റെ വാളും കാര്യങ്ങളെല്ലാം മനോഹരമായ ടെക്സ്ചറുകൾ ഇവിടെയും എല്ലാം കാണാൻ കഴിയും. നമുക്ക് ഇതിന്റെ വിൻഡോ, അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സോ ഈ അടുത്തതായി നമുക്ക് ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. സോ ഞാൻ ഈ വീടിന്റെ സിറ്റ് ഔട്ട് ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ലൊരു ചെറിയൊരു സ്പേസ് ആണ് സിറ്റ് ഔട്ട് ഏരിയ സ്പേസ്. സോ അതുമാതിരി ഇതിന്റെ വാൾ ടെക്സ്ചറും എല്ലാം നല്ല ഭംഗിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. തേക്കിന്റെ വുഡ് കൊണ്ടാണ് ഇതിന്റെ ഡോറുകളും ഫ്രെയിമുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിൽ നിങ്ങൾ ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു വീടുകൾ നിങ്ങൾക്ക് മനോഹരമായ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ മാഞ്ഞൻ ഹോംസ് പണിത് തരാൻ, ഇതുപോലുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിത് തരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ അതുമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലകൾ ഇതുപോലെയുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ പണിയാൻ നിങ്ങൾക്ക് മാഞ്ഞൻ ഹോംസുമായി ബന്ധപ്പെടാം. പോകാം നമുക്ക് ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക്. സോ നമ്മൾ ഈ വീടിന്റെ ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഇന്റീരിയർ ഡിസൈനിലുള്ള നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഒരു പ്രീമിയം ലുക്കിലുള്ള ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. നമുക്കിവിടെ നമുക്ക് കഴിഞ്ഞാൽ കാണാം ഒരു ഫർണിഷ്ഡ് ലിവിംഗ് ഏരിയ സ്പേസ് ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇതിന് സോഫ കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഈവൻ വിൻഡോ കർട്ടൻസ് വരെ നൽകിക്കൊണ്ടുള്ള ഒരു ഫർണിഷ്ഡ് ലിവിംഗ് ഏരിയ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ഒരു മനോഹരമായ മിനിമൽ ഡിസൈനിലുള്ള ഒരു വാളും, അതുപോലെ തന്നെ ഈ ഒരു പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം നൽകി വളരെ ഒരു പ്രീമിയം ടച്ച് ഈ വീടിന്റെ എവറി കോർണറിലും ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കടന്നു വരാം നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്ക്. ഇതാണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് വീടിനായി ഒരുക്കിയിട്ടുള്ളത്. സ്റ്റെയർ കേസിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള ഒരു ഏരിയ സ്പേസ് ആണ് ഇതിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ ഒരു വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത് ഈ ഒരു സൈഡിലാണ് വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത്. വളരെ മനോഹരമായ ഡിസൈനിലാണ് വാഷ് ഏരിയ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ വീടിന്റെ കിച്ചൺ ഏരിയ സ്പേസിലേക്ക് പോകാം. മോഡുലാർ ഡിസൈനിലുള്ള ഒരു മനോഹരമായ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ കിച്ചണാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാവിധ ഫർണിഷും നമുക്ക് ഫാനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഏരിയ ആണ് എല്ലായിടത്തും ഒരുക്കിയിട്ടുള്ളത്. കിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം വളരെ പ്രീമിയം ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു സ്പേസ് എല്ലാം വളരെ മനോഹരമായി ഉള്ള മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കൂടാതെ അടിയിലും എല്ലാം സ്റ്റോറേജ് ഏരിയ സ്പേസുകളുണ്ട്. നമുക്ക് ഇവിടെയും ഒരു നല്ലൊരു സ്റ്റോറേജ് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഈ ഒരു ചെറിയൊരു സ്പേസ് നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ആ ഒരു ബെഡ്റൂമിന്റെ ഏരിയയിലേക്ക് പോകാം. ഇതാണ് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂം. വളരെ മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഇവിടെ ഒരു കട്ടിലിടാനുള്ള വലിയൊരു കട്ടിലിടാനുള്ള സ്പേസ് നൽകിക്കൊണ്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത്. കൂടാതെ വാർഡ്രോബ് നമുക്ക് ഈ ഒരു സൈഡിലാണ് വാർഡ്രോബ് കിട്ടുന്നത്. വളരെ മനോഹരമായ ഒരു മിനിമൽ ഡിസൈനുള്ള ഒരു വാർഡ്രോബ് ആണ്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള വാർഡ്രോബ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു മിററും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. എല്ലാ ഒരു ഫെസിലിറ്റീസോടും കൂടി 100% ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിൽ ലഭിക്കുന്നു.
നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കുറച്ചുകൂടി ഒരു വലിയൊരു ബെഡ്റൂമാണ്. നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വലിയൊരു വാർഡ്രോബ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു പോഷ് ലുക്കുള്ള ഒരു പ്രീമിയം ലക്ഷറി ലുക്കിലാണ് ഇവിടെ ഉള്ള എല്ലാ ഒരു ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു ഇന്റീരിയർ വർക്കുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കിട്ടുന്നത് ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നത്. നല്ലൊരു മനോഹരമായ അത്യാവശ്യം വിശാലമുള്ള ഒരു ബാത്റൂം ഏരിയ സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ഹാൻഡ് റെയിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റീൽ വുഡൻ കോമ്പിനേഷനിലുള്ള ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെ ചെറിയൊരു വിൻഡോയും കാര്യങ്ങളും നൽകിയിട്ടുള്ള ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഒരു ടോപ്പിലായാലും നമുക്ക് ഇവിടെ ഒരു വിൻഡോയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് കടന്നു വരാം ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ സ്പേസിലേക്ക്. നല്ലൊരു മിനിമൽ ഡിസൈനുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു TV യൂണിറ്റ് ഏരിയയുടെ ഒരു കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമുകൾ വരുന്നത് 2 എണ്ണമാണ്. ഒന്ന് ഈ ഒരു സൈഡിലാണ് വരുന്നത്. നല്ലൊരു മനോഹരമായ അതിവിശാലമായ, കാരണം നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ എത്ര സ്പേസ് എല്ലാം വേണം. നല്ലൊരു വലിയൊരു ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുണ്ട്. കർട്ടൻസും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം ഈ ഒരു എൻറ്റയർ ഒരു വില്ലയിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഇതുപോലെയുള്ള ഏകദേശം ഒരു 10ഓളം വില്ലകൾ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി വില്ലകൾ ഇതുപോലുള്ള മനോഹരമായ ഡിസൈനിൽ കാണാം. നമുക്ക് ബെഡ്റൂമിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ സൈഡിലാണ് ഇതിന്റെ വാർഡ്രോബ് ഏരിയ സെക്ഷൻ നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെയും ഒരു നല്ലൊരു വലിയൊരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരു മിററും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിന്റെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ആ ഒരു ബെഡ്റൂമിന്റെ അത്രയും സ്പേസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം താഴെ കണ്ട ബെഡ്റൂമിനേക്കാളൊക്കെ നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു നല്ലൊരു ഹൈറ്റുള്ള ഈ ഒരു വിൻഡോസ് കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ. കൂടാതെ നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇവിടെ ഒരു ഡ്രസ് ചേഞ്ചിങ് യൂണിറ്റും അതുപോലെ തന്നെ വാർഡ്രോബും കൂടി ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു മനോഹരമായ മിനിമൽ ഡിസൈനിലാണ് ഇവിടെ എല്ലാം നൽകിയിട്ടുള്ളത്. നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് നല്ലപോലെ ഡിസൈൻ സ്ട്രക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വില്ല നമ്മൾ കാണിച്ചിട്ടില്ല. വളരെ ഒരു റെയർ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മനോഹരമായ വില്ലകളെല്ലാം കണ്ടുവരുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ആണ് പരിചയപ്പെടുന്നത്. നമുക്കറിയാം യൂട്ടിലിറ്റി ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കവേർഡ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. യൂട്ടിലിറ്റി ഏരിയ നിങ്ങൾക്ക് വാഷിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നത്. നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്പേസ് ആണ്. എൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് നല്ലപോലെ ഉള്ള ഫ്ലാറ്റ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയ ആണത്. നല്ലപോലെ ഡെവലപ്മെന്റ്സും വരുന്ന ഒരു ഏരിയ ആണ്. കാക്കനാട് ഏരിയ ആണ്. വളരെ ഇൻഫോ പാർക്കിനോടൊക്കെ വളരെ അടുത്തുള്ള ഒരു ഏരിയ ആണത്. സോ ഒരു പ്രീമിയം ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. നല്ലപോലെയുള്ള വില്ലകളും കാര്യങ്ങളെല്ലാം ഇവിടെ ചുറ്റും ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അവസാനമായി നമുക്ക് ഈ വീടിന്റെ ബാൽക്കണി ഏരിയ സ്പേസിലേക്ക് പോവാം. ഇവിടെയാണ് ഈ വീടിന്റെ ബാൽക്കണി ഏരിയ സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. നല്ലപോലെ ഒരു സെമി കവേർഡ് ബാൽക്കണി ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു സൈഡ് വരെ കവേർഡ് ആണ്. ഇവിടെ ഓപ്പൺ സ്പേസ് ബാൽക്കണിയാണ്. ഇവിടെ സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനുള്ള ഹാൻഡ് റെയിലുകളും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എറണാകുളത്തിന്റെ പ്രീമിയം ലൊക്കേഷനായ കാക്കനാടാണ് ഈ ഒരു വില്ല പ്രോജക്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിണർമുണ്ടയാണ് എക്സാക്ട് ലൊക്കേഷൻ. ഇൻഫോ പാർക്കിലേക്കും സിവിൽ സ്റ്റേഷൻ അതുപോലെ എടപ്പള്ളി എന്നീ ഏരിയയിലേക്കെല്ലാം വളരെ നിയർ ബൈ ലൊക്കേഷനാണ് ഈ ഒരു കാക്കനാട് പിണർമുണ്ട എന്ന ലൊക്കേഷൻ. ഇവിടെ 1835 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വില്ല നിർമ്മിച്ചിട്ടുള്ളത്. 4.26 സെന്റാണ് അതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡിസൈനിലും ഇതിനേക്കാളും സൗകര്യങ്ങളുമുള്ള 10ഓളം വില്ലകൾ ഈ ഒരു ഏരിയ അവൈലബിൾ ആണ്. 4 BHK ഈ വില്ല നിർമ്മിച്ചിട്ടുള്ളത്. പ്രീമിയം ലക്ഷറി വില്ലകളാണ് എല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറി വില്ലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 1,05,00,000 രൂപയാണ് ഇതിനൊരു ബഡ്ജറ്റ്. വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വില്ലയുടെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. ഇനിയും വീണ്ടും എടുത്തു പറയുകയാണ്, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ വളരെ അനുയോജ്യമായ ഒരു വില്ലയാണിത്. സോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടാതെ ഹോം ലോൺ സൗകര്യങ്ങളും ഈ വീടിന് നമ്മൾ ഒരുക്കി തരുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായതും വ്യത്യസ്തമായുള്ള മനോഹരമായ വീടുകൾ ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ മാജന ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.